ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2024 മലയാളത്തിലുള്ള ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ചോദിച്ച 2024 നടന്ന എക്സാമിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പഠന ചോദ്യ ഡിസ്കഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്നുള്ളത് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഒറ്റയാനെ കണ്ടെത്തുക. ദാറ്റ് മീൻസ് ഐഡന്റിഫൈ ദി ഓഡ് വൺ. തന്നിരിക്കുന്നത് 53, 61, 43, 91, 43, 91. സോ ഇതിനകത്ത് നമ്മളിപ്പം 53 എടുത്താലും 63 എടുത്താലും 43 എടുത്താലും അവ 3 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആണ്. പക്ഷെ 91 മാത്രം പ്രൈം നമ്പർ അല്ല. കാരണം 91 എന്ന് പറഞ്ഞാൽ 13 × 7 ആണ്. 7 70, 7 3 21. അപ്പൊ 70 + 20 91. അപ്പൊ 91 മാത്രം പ്രൈം നമ്പർ അല്ല. സോ 91 പ്രൈം നമ്പർ അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് ഒറ്റയാനെന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 ഹോൾ റേസ് ടു 1/3. സോ 11ന്റെ ക്യൂബ് എത്രയാണ്? 11ന്റെ ക്യൂബ് എന്ന് പറയുന്ന 1331. 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 400. അപ്പൊ എന്തെഴുതാം? ഈ തന്നിരിക്കുന്ന ബ്രാക്കറ്റിനെ 1331 പ്ലസ് 400 മൈനസ് 3 ഹോൾ റേസ് ടു 1/3 എന്ന് എഴുതാനായിട്ട് പറ്റും. 1331 കൂടി 400 കൂട്ടിയാൽ 1731. 1731 നിന്ന് 3 കുറച്ചാൽ 1728 ഹോൾ റേസ് ടു 1/3. അപ്പൊ നമുക്ക് വെളിയിലുള്ള പവർ ഹോൾ റേസ് ടു 1/3 ആയതുകൊണ്ട് ഉള്ളിൽ തന്നിരിക്കുന്ന നമ്പർ ഏതെങ്കിലും ഒരു നമ്പറിന്റെ ക്യൂബ് ആണോ നോക്കാം. നമ്മൾ 1728 എന്ന് പറയുന്നത് 12 × 12 × 12. 12 × 12 144. 144 × 12 എന്ന് പറയുന്നത് 1728. അപ്പൊ 1728 എന്ന് പറയുന്നത് 12ന്റെ ക്യൂബാണ്. ഹോൾ റേസ് ടു 1/3. 3യും 3യും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് കിട്ടും? 12 കിട്ടും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 12 ആയിരിക്കും. ഓപ്ഷൻ ഡി 12 ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം, 3, 8, 5, 15, 24 ദെൻ സ്പേസ്. അങ്ങനെയാണ് എങ്കിൽ അഞ്ചാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡിഫറൻസ് നോക്കാം. 3നോട് കൂടി 5 കൂട്ടിയാൽ 8 കിട്ടും. 8നോട് കൂടി 7 കൂട്ടിയാൽ 15 കിട്ടും. 15നോട് കൂടി 9 കൂട്ടിയാൽ 24 കിട്ടും. അങ്ങനെയാണെങ്കിൽ 24നോട് കൂടി 11 കൂട്ടിയാൽ 35 കിട്ടും. 5, 7, 9, 11. അടുത്ത ടേം എന്ന് പറയുന്നത് 35. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? അതായത് ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷൻ രാജുവിന് കിട്ടിയത് 62 മാർക്കാണ്. സെക്കൻഡ് ടേമിനലിന് കിട്ടിയത് 48 മാർക്കാണ്. തേർഡ് ടേം അല്ലെങ്കിൽ ഫൈനൽ പരീക്ഷയിൽ എത്ര കിട്ടിയെന്ന് നമുക്കറിയില്ല. നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ 3 കൂട്ടുമ്പോൾ ആവറേജ് എത്ര? ശരാശരി എത്ര കിട്ടണം? 60 കിട്ടണം. അപ്പൊ അതിന്റെ ആവറേജ് എത്രയാ? 62 പ്ലസ് 48 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 60 എന്ന് എഴുതാം. 62 പ്ലസ് 108 എന്ന് പറയുമ്പോൾ 110 പ്ലസ് എക്സ് 110 പ്ലസ് എക്സ് 62 പ്ലസ് 48 ഈക്വൽ 110. 110 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 180 എന്ന് കിട്ടും. കാരണം 60 × 3 180. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 110 ഈക്വൽ ടു 70. എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 110 70 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, രാഹുൽ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സോ ഈസ്റ്റേൺ ഡയറക്ഷൻ 5 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഈ പോയിന്റിലെത്തി. അവിടെ നിന്ന് വലത്തോട്ട് ഈ പോയിന്റിന്റെ വലത്ത് എന്ന് പറയും. ഈ പോയിന്റിന്റെ വലത്ത് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ഇങ്ങോട്ട് എത്ര സഞ്ചരിച്ചു? 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇവിടെ നിങ്ങോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. 3 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ പർട്ടിക്കുലർ പോയിന്റിലെത്തി. ഈ പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ ഈ പോയിന്റിന്റെ ഇടത്താണ് നോക്കേണ്ടത്. ആ പോയിന്റിന്റെ ഇടത്ത് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇങ്ങോട്ട് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. അവിടെ നിന്ന് എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. സോ ഈ പറയപ്പെടുന്ന പോയിന്റ് എത്തി. അങ്ങനെയാണെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? തുടങ്ങിയത് ഇവിടെ 5 കിലോമീറ്റർ. പിന്നെ ഈ ഒരു ഗ്യാപ്പ് എത്രയുണ്ട്? 4 കിലോമീറ്റർ. 5 × 4 9 കിലോമീറ്റർ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് രാഹുൽ ഇപ്പോൾ നിൽക്കുന്നത്. ഓപ്ഷൻ ബി 9 കിലോമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, 0.36 × 6.25 × 0.5 × 0.5 × 0.06. ഡെസിമൽ നമ്പർ കാണുമ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡെസിമൽ മാറ്റി വെറുതെ എഴുതുക.
ഇനി നമുക്ക് എന്ത് എഴുതാം? 36 ഇൻറ്റു 625 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 6 എന്ന് എഴുതാം. ഇനി ഡെസിമൽ നമ്പറുകൾ എഴുതി നോക്കി. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2. മൊത്തം എണ്ണിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ 4 ഡെസിമൽ പ്ലേസ്, ഡിനോമിനേറ്ററിൽ 4 ഡെസിമൽ പ്ലേസ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 വെച്ച് ഡെസിമൽ പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് ആ ഡെസിമലുകളുടെ എണ്ണം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതല്ല, ഇപ്പം മുകളിൽ 4 എണ്ണവും താഴെ 2 എണ്ണവുമാണ്, രണ്ടുകൂടെ ക്യാൻസൽ ചെയ്തിട്ട് വരുന്ന ആൻസറിന്റെ കൂടെ 2 ഡെസിമൽ പ്ലേസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുക. ഇനി നമ്മളിപ്പോൾ ഇവിടെ 625 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5, 625 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 5 25 ആണ്. 625നെ 25 ക്യാൻസൽ ചെയ്താൽ നമുക്ക് 25 കിട്ടും. ബാക്കി എന്തുണ്ട്? 36 ഉണ്ട്. 36 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 6 കിട്ടും. ക്ലിയറാ? അപ്പൊ 25 ഇൻറ്റു 6, 25 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 150. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഡൺ. അടുത്ത ചോദ്യം, ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണു. സോ വി ഹാവ് ആനന്ദ്, ആനന്ദിന്റെ അച്ഛൻ, ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖി, അതുപോലെ രേണു. രാഖിയും രേണു. രാഖിയുടെ അമ്മ, സോ രാഖിയുടെ മദർ, രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ, അപ്പൊ രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ ആനന്ദിന്റെ അച്ഛൻ തന്നെയാവും. കാരണം ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിയാണ് രാഖി, രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ ആനന്ദിന്റെ അച്ഛൻ തന്നെ. മകന്റെ ഭാര്യയാണ് നിഷ, അതായത് ആനന്ദിന്റെ അച്ഛന്റെ ഭാര്യയാണ് നിഷ, അതായത് ആനന്ദിന്റെ അമ്മയാണ് നിഷ. ഒന്നുകൂടെ പറയാം, ആനന്ദിന്റെ അച്ഛന്റെ 2 സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ ആനന്ദിന്റെ അച്ഛൻ, അച്ഛന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആനന്ദിന്റെ അമ്മ. അങ്ങനെയാണ് എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മകൻ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്നതിനെ ETTPI എന്നാണ് കോഡ് ചെയ്യുന്നത്. കണക്ഷൻ നമുക്ക് നോക്കാം. എയിൽ നിന്ന് +4, BCDE കിട്ടും. പിയിൽ നിന്ന് QRST നാലാമത്തേത്, പിയിൽ നിന്ന് QRST നാലാമത്തേത്, LMNOP നാലാമത്തേത്, EFGHI എത്രാമത്തെ? നാലാമത്തേത്. അങ്ങനെയാണെങ്കിൽ സെയിം 4 കോഡായിരിക്കും അടുത്ത വാക്ക് ഓറഞ്ചിലും വരിക. ഓറഞ്ച്. O കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ വേർഡ് O, PQRS. R വരുമ്പം STUV. A ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം E ആണ് കോഡ് വരിക. N വരുമ്പം OPQR. G വരുമ്പം HIJK. E വരുമ്പം FGHI. ഇപ്പൊ എന്ത് വന്നു? SVERKJ. E വരുമ്പം EFGHI. കറക്റ്റ്. അപ്പൊ SVERKI ആയിരിക്കും കോഡായിട്ട് വരിക. SVERKI എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, 60 km/മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? സോ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നു, അയാളെ കടന്ന് ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ട്രെയിൻ കടന്നു പോകുന്നു. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം 200 മീറ്റർ നീളമുള്ള ട്രെയിൻ പോകാന്ന് പറഞ്ഞാൽ ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ദറ്റ് പേഴ്സൺ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞ് 200 മീറ്റർ. കാരണം അയാൾ അവിടെ നിൽക്കുന്നു, അയാളുടെ മുമ്പിലൂടെ 200 മീറ്റർ നീളമുള്ള ട്രെയിൻ പോകുന്നത് 200 മീറ്റർ ആണ് സഞ്ചരിക്കപ്പെടുന്ന ദൂരം. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. സഞ്ചരിക്കുന്ന സ്പീഡ് എത്രയാണ്? 60 km/h. km/hനെ m/s മാറ്റാൻ 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കറക്റ്റാ? നമ്മളുടെ 6 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇത് 10 കിട്ടും, ഇത് നമുക്ക് 3 കിട്ടും. സോ എന്ത് കിട്ടും? 50/3 ആയിരിക്കും m/s അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് കിട്ടി. സ്പീഡ് എന്ന് പറയുന്നത് 50/3 എന്ന് പറഞ്ഞു മതി. ഡിസ്റ്റൻസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 50/3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. അങ്ങനെ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 200 മീറ്റർ. സ്പീഡ് എത്രയാണ്? 50/3. 3 മോളിൽ പോയി കഴിയുമ്പോൾ എന്ത് കിട്ടും? 200 × 3 600. 600/50 എന്ന് വരും. 0 ക്യാൻസൽ ചെയ്യാം. 60നെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 12 എന്ന് കിട്ടും. സോ 12 സെക്കൻഡ്. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു
ഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? സോ 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളം എന്ന് പറയുമ്പോൾ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 ഇൻറ്റു പൈ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ്. ഇവിടെ റേഡിയസ് എത്രയാണ്? 15 സോ 15 ക്യൂബ് എന്ന് കിട്ടും, 15 ക്യൂബ് എന്ന് കിട്ടും. അതിനെ ഉരുക്കി എത്രയാണ്? 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. അപ്പം ഇതേ വോളിയം തന്നെയാണ് അവിടെയും വരിക. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 4/3 പൈ ഇൻറ്റു 15 ക്യൂബ് ഈക്വൽ ടു 27 ഇൻറ്റു 4/3 പൈ ഇൻറ്റു, ഇനി പുതിയ ഗോളത്തിന്റെ റേഡിയസ് എത്രയായിരിക്കും? പുതിയ ഗോളത്തിന്റെ റേഡിയസിനെ നമുക്ക് 6 എന്ന് എടുക്കാം, ഈക്വൽ ടു ആർ ക്യൂബ്. കാരണം എന്താണ്? നമ്മുടെ കയ്യിൽ ആദ്യം ലോഹം ഉണ്ടായിരുന്നു, അതിനകത്ത് എത്രത്തോളം ലോഹം ഉണ്ടോ അത് ഉരുക്കിയിട്ടാണ് ചെറിയ 27 ഉണ്ടാക്കിയത്. അപ്പൊ രണ്ടിന്റെ വോളിയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. 4/3 ക്യാൻസൽ ചെയ്തു, പൈയും പൈയും ക്യാൻസൽ ചെയ്തു. ക്ലിയറാ? ബാക്കി എന്തുണ്ട്? 15 ഇൻറ്റു 15 ഇൻറ്റു 15 ഈക്വൽ ടു 27 ഇൻറ്റു ആർ ക്യൂബ് എന്ന് കിട്ടി. സോ 15നെയും 27നെയും 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 5 കിട്ടി. സോ ഇത് 9 ആയി. ദെൻ വീണ്ടും 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 5 കിട്ടി, ഇവിടെ 3 ആയി. വീണ്ടും 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 5 കിട്ടി. സോ എന്ത് കിട്ടി? ആർ ക്യൂബ് ഈക്വൽ ടു 5 ക്യൂബ് എന്ന് കിട്ടി. അതായത് ആർ ഈസ് ഈക്വൽ ടു 5. റേഡിയസ് എത്രയായിരിക്കും? അല്ലെ ആരം എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ പറ്റി അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.